വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ, ചിന്തകൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് വത്തിക്കാൻ വോയിസ്. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണിത്. പരിശുദ്ധ പിതാവ് എത്രയോ തരത്തിലുള്ള ആളുകളോടാണ് ദൈനംദിനം സന്ദേശങ്ങൾ കൈമാറുന്നത്. വൈദികർക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ ഞാൻ അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റോമിലെ വൈദികർക്ക് മാർപ്പാപ്പ അയച്ച ഒരു കത്തിൻ്റെ ഉള്ളടക്കമാണ്, സന്ദേശമാണ്. പലപ്പോഴും മാർപ്പാപ്പ പറയുന്ന ആശയങ്ങൾ അതിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ട്. റോമിലെ വൈദികർക്കാണ് അയച്ചതെങ്കിലും ലോകത്തിലുള്ള എല്ലാ വൈദികർക്കും ധ്യാനിക്കാനും ചിന്തിക്കാനുമുള്ള വക ഈ കത്തിലുണ്ട് എന്നത് നിസ്സംശയമായി പറയാവുന്ന കാര്യമാണ്. മാർപ്പാപ്പ ഇത് പറഞ്ഞത് ആഗസ്റ്റ് മാസത്തിലാണ്. എപ്പോഴും മാർപ്പാപ്പ റോമിലെ മെത്രാൻ എന്ന പേരിലാണ് തന്നെ വിശേഷിപ്പിക്കുന്നത്. മാർപ്പാപ്പയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നത് റോമിൻ്റെ മെത്രാൻ എന്ന നിലയിലാണ്. അതുകൊണ്ട് റോമിൻ്റെ മെത്രാനാണ് അദ്ദേഹം. വൈദികരുടെ മേൽ, റോമിൻ്റെ മേൽ അധികാരവും അദ്ദേഹത്തിന് തന്നെയാണ്, ഒരു മെത്രാനടുത്ത അധികാരം ഉള്ളത്. മാർപ്പാപ്പ അവരോട് പറഞ്ഞു, അമൂല്യവും മിക്കപ്പോഴും ഒളിക്കപ്പെട്ടതുമായ, വേണ്ട രീതിയിൽ വെളിപ്പെടാത്തതുമായ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തതുമായ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ നടത്തുന്നത്. അതിന് ഞാൻ നിങ്ങളെ എല്ലാവരോടും കടപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആനന്ദങ്ങളുടെയും ദുരിത സഹനങ്ങളുടെയും മധ്യേ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല എന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളെ ഞാൻ കൈവിടുകയില്ല. മാർപ്പാപ്പ പറയുകയാണ്, എൻ്റെ വൈദികരാണ്. പ്രലോഭനങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ഈ കത്തിൽ മാർപ്പാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാർപ്പാപ്പയായ നാൾ മുതൽ അദ്ദേഹം അപലപിക്കുന്ന ചില പ്രലോഭനങ്ങളുണ്ട്, തിരുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ കത്തിൽ വൈദികരോട് എടുത്തു പറഞ്ഞു. അതിലൊന്ന് ആത്മീയ ലൗകികതയാണ്. ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ഒരു ലൗകികമായ രീതിയെയാണ് മാർപ്പാപ്പ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തിയുടെ ഒരു പരിവേഷത്തിൽ നമ്മൾ കാണിക്കുന്ന കച്ചവട മനസ്ഥിതിയും മറ്റ് കാര്യങ്ങളുമാണ് അവിടെ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എഴുതിയ ആദ്യത്തെ അപ്പസ്തോലിക ലേഖനത്തിലും സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന രേഖയിലും ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പൗരോഹിത്യ ആധിപത്യമാണ്. എപ്പോഴും മാർപ്പാപ്പ എതിര് പറയുന്നൊരു കാര്യമാണ് സഭാ പൗരോഹിത്യ പരത. മാർപ്പാപ്പ അതിനെപ്പറ്റിയും ഇവരെ മുന്നറിയിപ്പ് നൽകാനും മാർപ്പാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉടനെ പറഞ്ഞത് വൈദികർക്ക് മാത്രമല്ല, സഭയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു പ്രലോഭനമുണ്ട്. ആത്മീയ ലൗകികതയുമുണ്ട്, അതുപോലെ തന്നെ ഒരു ആധിപത്യ പ്രവണതയോടെയുള്ള പെരുമാറ്റവുമുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നു, ഈ രണ്ട് കാര്യങ്ങൾ ശുശ്രൂഷാ ദൗത്യത്തെ അടഞ്ഞിരിക്കാനുള്ള പ്രവണത, വരേണ്യത, അധീനത പ്രവണത, അഹങ്കാരം എന്നിവയിലേക്ക് നയിക്കാൻ ഇടയുണ്ട്. അതൊരു അപകട സാധ്യതയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് അൽമായ സഹോദരന്മാരോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് സിനഡാത്മക രൂപങ്ങൾ. അതാണല്ലോ ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ നടത്തിയ ഏറ്റവും വലിയ വിചിന്തനം, സിനഡാത്മകത. ആ സിനഡ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് മാർപ്പാപ്പ പറഞ്ഞതാണ്, സിനഡാത്മക രൂപങ്ങൾ, മാർഗങ്ങൾ എന്നിവ ആരംഭിക്കാൻ വൈദികർ മുൻകൈയെടുക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, യജമാനന്മാർ എന്നതിനേക്കാൾ ദാസന്മാർ ആയിരിക്കാനും സഹോദരങ്ങളുടെ പാദങ്ങൾ കഴുകാനും അവരെ നമ്മുടെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കാതിരിക്കാനും, വാക്കുകളൊക്കെ വളരെ വലുതാണ്, വൈദികരോട് പറയുന്നത് നമ്മളെ ക്ഷണിക്കുന്നു. മാർപ്പാപ്പ ഈ കത്തിലൂടെ റോമിലെ വൈദികരോട് പറഞ്ഞതാണ്. എല്ലാ സ്ഥലത്തുമുള്ള വൈദികർക്കുള്ള സന്ദേശം തന്നെയാണിത്.
ആദ്യമേ മാർപ്പാപ്പ ആ കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. അത് നമുക്കും പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഒരു റോമിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ ഈ വൈദികരോട് സംസാരിക്കുന്നത്. ഇത് എഴുതുമ്പോൾ മാർപ്പാപ്പ അല്പ തിരക്കിലായിരുന്നു. നമുക്കറിയാം, ആഗോള യുവജന ദിനം, ഞാൻ ആ സന്ദേശമൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിച്ചതാണ്. പോർച്ചുഗലിൽ അതിന് പോകുന്നതിനുള്ള തിരക്കിലായിരുന്നു മാർപ്പാപ്പ. മാർപ്പാപ്പ പരിചിതമായ ശൈലിയിൽ രൂപപ്പെടുത്തിയ ഒരു സന്ദേശമാണിത്. അത് 2023 ആഗസ്റ്റ് 5 ഒപ്പിട്ടിരിക്കുന്നത്. അത് എന്നും പ്രസക്തമാണത്. അത് നമുക്കറിയാം, വത്തിക്കാനിലെ മാതാവിൻ്റെ വലിയ ഒരു ദേവാലയമുണ്ട്, മേരി മേജർ ബസിലിക്ക. അതിൻ്റെ സമർപ്പണ അനുസ്മരണ ദിനം ആയതുകൊണ്ടാണ് ഈ ആഗസ്റ്റ് 5 എന്നത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. 7 പേജുള്ള ഒരു ലേഖനമാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത്, അവർക്ക് മെത്രാന്മാർക്ക് വൈദികർക്ക് എഴുതിയിരിക്കുന്നത്. റോമാ നഗരത്തിലെ മുഴുവൻ വൈദികരെയും, നമുക്കറിയാം, അവിടുത്തെ രൂപതയിലെ വൈദികർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ പഠിക്കാൻ ചെല്ലുന്നവർ എല്ലാം റോമിൻ്റെ കീഴിലാണ്, റോമിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നത്. അപ്പോൾ റോമാ നഗരത്തിലെ മുഴുവൻ വൈദികരെയും റോമൻ ജനതയുടെ സംരക്ഷകയായ മറിയത്തിന് മുമ്പിൽ പ്രാർത്ഥനയുടെ കൂടി ഫലമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് ആരംഭിക്കുന്നത്. വൈദികരെ മാതാവിന് സമർപ്പിക്കുന്നു. മാർപ്പാപ്പ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കാവലായിരിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിഗൂഢമായ കണ്ണീർ തുടയ്ക്കുവാനും ശുശ്രൂഷാ ദൗത്യത്തിൻ്റെ ആനന്ദം നിങ്ങളിൽ പുനർജീവിപ്പിക്കാനും ഈശോയോടുള്ള സ്നേഹത്തിൽ നിങ്ങളെ അനുദിന ഇടയന്മാരാക്കാനും വേണ്ടിയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് ആമുഖമായി ഈ രേഖയിൽ എഴുതുന്നുണ്ട്. മറ്റൊരു പോയിൻ്റ് മാർപ്പാപ്പ പറയുന്നത്, ഞാൻ അതിൽ പറയുന്ന ആശയങ്ങൾ എടുത്തു കാട്ടാം. മറയ്ക്കപ്പെട്ട ഒരു ശുശ്രൂഷാ ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ എപ്പോഴും തന്നെ വിശേഷിപ്പിക്കുന്നത് റോമിൻ്റെ മെത്രാൻ എന്ന നിലയിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും സന്ദേഹമുളവാക്കുന്നതാണ് ശുശ്രൂഷ ദൗത്യം. അതായത് വൈദികർക്ക് തങ്ങളുടെ വിളിയോടും ശുശ്രൂഷ ദൗത്യത്തോടുമുള്ള ഒരു നിരാശയുണ്ട് എന്ന് പറയുകയാണ്. അത് ആനന്ദങ്ങളുടെയും നിരാശകളുടെയും ഭാരം വഹിക്കുന്ന ഒരു ശുശ്രൂഷ ദൗത്യമെന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. നിരവധി അധ്വാനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും നടുക്ക് സംഭവിക്കുന്ന ഒന്നാണ് ഈ നിരാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ നന്ദി പറഞ്ഞു വൈദികർക്ക്. വാസ്തവത്തിൽ തൻ്റെ കത്തിൽ അത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. നന്ദി, പല കാര്യങ്ങളും പറയുമ്പോൾ മാർപ്പാപ്പ വൈദികർക്ക് നന്ദി പറയുന്നു. അവരുടെ ആ സേവനം വേണ്ട രീതിയിൽ വിലമതിക്കാതെ പോകുന്നതിനെക്കുറിച്ച്, വിമർശിക്കപ്പെടുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ആകുലതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒളിഞ്ഞിരിക്കുന്ന നന്മയ്ക്ക് വളരെയേറെ നന്ദി എന്നാണ് പാപ്പ പറയുന്നത്. ചിലപ്പോൾ ഒരു അംഗീകാരവും ലഭിക്കാത്ത ഒരു ജോലിയാണ് നിങ്ങൾ നിർവഹിക്കുന്ന, ഒരു പ്രേക്ഷിത ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. മറുവശത്ത് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ ദൗത്യം അളക്കപ്പെടുന്നത് അജപാലനപരമായ വിജയങ്ങളാലല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥതയാണ് പ്രധാനം. അത് വിജയിച്ചോ ഇല്ലയോ എന്നത് വിലയിരുത്തേണ്ടത് ദൈവമാണ്. ഇവിടെ വിലയിരുത്തിയല്ല അതിനെ വിലയിരുത്തേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുന്നു. കർത്താവിന് തന്നെ കാലം കഴിയും തോറും കുറച്ച് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഉടനെ പറയുകയാണ്, കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടം, പരസ്യ ജീവിതം, അദ്ദേഹത്തിന് തന്നെ പലയിടത്തും പരാജയമുണ്ടായല്ലോ. ആളുകൾ സ്വീകരിച്ചില്ല, പ്രീശന്മാർ സ്വീകരിച്ചില്ല. കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായി പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് നമ്മളെ ഓർക്കണമെന്ന് ഈ വൈദികരോട്, എല്ലാ വൈദികരോടും മാർപ്പാപ്പ പറയുകയാണ്. അതാണ് ഒരു ചിന്ത. പിന്നെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ
ആത്മീയ ഭൗതികതയും പൗരോഹിത്യപരതയും. ഇതാണ് മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന്, വൈദികരിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഒരു യാത്രയിലാണ്. നിങ്ങളുടെ ആനന്ദങ്ങൾ, ദുരിതങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, അധ്വാനങ്ങൾ, നിങ്ങളുടെ തിക്താനുഭവങ്ങൾ, അജപാലന സമാശ്വാസങ്ങൾ, ഇതെല്ലാം കൂടിക്കലർന്നതാണല്ലോ ഒരു വൈദികൻ്റെ ജീവിതം. എന്നിവയിലെല്ലാം ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഞാൻ നിങ്ങളെ അറിയുന്നുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാനുണ്ട്. വൈകാരികവും ഫലപ്രദവുമായ ആശയവിനിമയത്തിനുള്ളൊരാഗ്രഹം പങ്കുവയ്ക്കുന്നു എന്ന് വൈദികർക്ക് ഉറപ്പ് നൽകാൻ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും മാർപ്പാപ്പ എന്ന നിലയിൽ, ആഗോള സഭയുടെ തലവൻ എന്ന നിലയിൽ ചിലപ്പോൾ അത് സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. മാർപ്പാപ്പ റോമൻ ഇടവകകളിൽ സന്ദർശിക്കാറുണ്ട് ഞായറാഴ്ചകളിൽ. അവിടെ ഉള്ളപ്പോൾ, അവിടെ ചെല്ലുമ്പോൾ വ്യക്തിപരമായി വൈദികരോട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് സമയം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. മാർപ്പാപ്പ പറഞ്ഞു, പൗരോഹിത്യ ശുശ്രൂഷ ദൗത്യത്തിൻ്റെ ഏറ്റവും മോശമായ തിന്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്തൊക്കെയാണ്? ആത്മീയ ഭൗതികതയും. ഇത് രണ്ടോട് ചേർന്ന് പോവുകയല്ല, ആത്മീയതയും ഭൗതികതയും. അത് അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് എല്ലായിടത്തും നിലനിൽക്കുന്നു എന്നാണ് പാപ്പ പറയുന്നത്. അതിനെ മാർപ്പാപ്പ നഖശിഖാന്തം എതിർക്കുന്നത് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. പൗരോഹിത്യപരത, പൗരോഹിത്യ ആധിപത്യം അല്ലെങ്കിൽ മേധാവിത്വം, അതും മാർപ്പാപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതല്ലല്ലോ വൈദികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുകയാണ്. ഒരു ദശാബ്ദമായി മാർപ്പാപ്പ അപലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളാണിത് രണ്ടും. സഭയിൽ ഇത് ഉണ്ടാകരുത്, സഭയിൽ തന്നെ ഉണ്ടാകരുത്, വൈദികരിൽ ഒട്ടും ഉണ്ടാകരുത് എന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്ന കാര്യമാണിത്. അത് പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ അത് ആദ്യം എഴുതി തുടങ്ങിയ രേഖയിൽ തന്നെ അതുണ്ട്. ആവശ്യമായ മുന്നറിയിപ്പുകളാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇത് ശ്രദ്ധിക്കണമെന്ന് വൈദികരോട് പറയുകയാണ്. അത് മുൻഗണനയ്ക്ക് എടുക്കണം, ഒരു വെറുതെ അങ്ങോട്ട് തള്ളിക്കളയരുത് എന്നും പറയുകയാണ്. ആത്മീയ ഭൗതികതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അദ്ദേഹം ഒരു വലിയ ആധ്യാത്മിക എഴുത്തുകാരനെ, ഫ്രഞ്ചുകാരനാണ്, ഹെൻറി ദ ലുബാക്ക് ഇതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം, ആ എഴുത്തുകാരൻ, ആത്മീയ എഴുത്തുകാരൻ പറഞ്ഞു, ആത്മീയതയെ പ്രതീതികൾ മാത്രമായി ചുരുക്കുന്ന, ഒരു ആത്മീയതയുടെ പരിവേഷം മാത്രം കൊടുക്കുക, പുറമോടി മാത്രം അണിയുക, ലോകത്തിൻ്റെ ഗതി അനുസരിച്ച്, നടപ്പനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി മാറുന്നത് അപകടമാണ് എന്ന് ഹെൻറി ദ ലൂബാക്ക് പറഞ്ഞു. അത് മാർപ്പാപ്പ ഇവിടെ എടുത്ത് ഈ അച്ഛന്മാരോടും പറയുകയാണ്, എല്ലാ വൈദികരോടും പറയുകയാണ്. അതേപ്പറ്റി അല്പം കൂടി ആഴത്തിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്. ക്ഷണികമായതിൻ്റെ ആകർഷണം, ഇടത്തരമായിരിക്കുന്നൊരവസ്ഥ, തീക്ഷ്ണ നഷ്ടപ്പെട്ട് ഒരു സാധാരണ ആവറേജായി പോകാനുള്ള ഒരവസ്ഥ, ഒരു ശീലം, അധികാരം, സാമൂഹ്യ സ്വാധീനം എന്നിവയുടെ പ്രലോഭനങ്ങളാൽ ആകർഷിക്കപ്പെടാൻ നാം നമ്മളെ തന്നെ അനുവദിക്കുന്നത്, ഇതെല്ലാം അപകടകരമാണ്. ഇത് സംഭവിക്കുന്നത് അതാണ് ഈ മതാത്മകതയുടെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. പക്ഷേ ഉള്ളിൽ നടക്കുന്നത് ഒരു ലൗകികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാകും, ചിന്തയിലും കർമ്മപരിപാടികളിലുമെല്ലാം. വീണ്ടും മാർപ്പാപ്പ പറയുകയാണ്, പൊങ്ങച്ചം നിറഞ്ഞ കാപഠ്യം അത് വലിയ അപകടമാണ്. ആത്മരതി, ആത്മസംതൃപ്തിയാണ്, നമ്മളിൽ തന്നെ അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു, വിലയിരുത്തപ്പെടുന്നില്ല. സൈദ്ധാന്തികമായ അചഞ്ചലത, ആരാധനാനുഷ്ഠാനപരമായ സൗന്ദര്യാത്മകത എന്നിവ ലൗകികത ഒളിച്ചിരിക്കുന്ന വിവിധ രൂപങ്ങളാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാം ഇത് നമുക്ക് നോക്കണം. ഇന്ന് കേരളത്തിലൊക്കെയുള്ള പല പ്രസ്ഥാനങ്ങളിലും ഇത് വളരെ കൂടിപ്പോയിട്ടുണ്ട് എന്നത് വിലയിരുത്താൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ സഹായകമാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മതാത്മകത, സഭാസ്നേഹ എന്നിവയുടെ പ്രതീതികൾക്ക് പിന്നിലാണ് അവ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ
പ്രധാനമാണ്. എപ്പോഴും ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആന്തരികതയാണ് പ്രധാനം, ഉള്ളാണ് പ്രധാനം, ഉള്ളു നേരെയാകണം. അതുകൊണ്ടാണല്ലോ പ്രീശന്മാർക്കെതിരെ അവിടുന്ന് എപ്പോഴും സംസാരിക്കുന്നത്. കാപട്യം, കപടത, ഹിപ്പോക്രസി അപകടകരമാണ്. അതുതന്നെയാണ് മാർപ്പാപ്പയും ഇവിടെ നമ്മോട് പറയുന്നത്. വാക്കും പ്രവൃത്തിയും നമ്മുടെ എല്ലാ ചിന്തകളും ആലോചനകളും എല്ലാം ഉള്ളിൽ നിന്ന് വരുന്നതാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിന് പകരം മനുഷ്യ മഹത്വവും വ്യക്തിപരമായ ക്ഷേമവും തേടുന്നതിലാണ് ഈ പ്രതീതി ജനിപ്പിക്കൽ അടങ്ങിയിരിക്കുന്നത്, ഈ ആത്മീയ ലൗകികത അടങ്ങിയിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. വീണ്ടും മാർപ്പാപ്പ തുടരുകയാണ്. മാന്യമായ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ഭൗതികത മാന്യമായ ഒരു പ്രലോഭനമാണ്. മാന്യമെന്ന് തോന്നും പുറമേ നോക്കുമ്പോൾ. ഈ കാരണത്താൽ അത് വഞ്ചനാത്മകവുമാണ് എന്ന് മാർപ്പാപ്പ ഊന്നിപ്പറയുകയാണ്. വാസ്തവത്തിൽ നല്ല പ്രതീതികൾക്ക് പിന്നിൽ എങ്ങനെ ഒളിക്കണമെന്നറിയാവുന്നതിനാൽ സന്യാസ പ്രചോദനങ്ങൾക്കുള്ളിൽ പോലും അത് ഇഴഞ്ഞു കയറുന്നുണ്ട് എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ 2022 റോമൻ കൂരിയായോട് ചെയ്ത പ്രസംഗത്തിൽ മാർപ്പാപ്പ പരാമർശിച്ച ഒരു പ്രയോഗമുണ്ട്. അഴകുള്ള ഭൂതങ്ങളിൽ, ഭൂതം പിശാചാണ്, അഴകുള്ള പിശാച് എപ്പോഴും പണ്ട് നമ്മൾ അവതരിപ്പിച്ചിരുന്നത് വിരൂപമായിട്ടാണ്. കരിയെല്ലാം തേച്ച് കൊമ്പൊക്കെ വെച്ച് വാലൊക്കെ വെച്ച്. അങ്ങനെ ഒരു പിശാചും വരുന്നില്ലല്ലോ. പിശാച് അങ്ങനെയല്ല, അത് ഈ യൂറോപ്യന്മാരുണ്ടാക്കിയ ഒരു ചിത്രമാണ്. സത്യത്തിൽ വളരെ സുന്ദരനായിട്ടാണ് പിശാച് വരുന്നത്, ആകർഷകനായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മളെ വീഴ്ത്തുന്നത് അഴകുള്ള ഈ ഭൂതമാണ്, അഴകുള്ള ഭൂതങ്ങളിൽ ഒന്നാണ് എന്ന് മാർപ്പാപ്പ ഈ ആത്മീയ ലൗകികതയെക്കുറിച്ച് പറയുകയാണ്. അത് വരികയും പോവുകയും ചെയ്യും. അത് ഏറ്റവും വിനയപൂർവ്വമായിരിക്കും അന്ന് മുട്ടി വിളിക്കുന്നത്. അപ്പം നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് ഈ ആത്മീയ ലൗകികത, മാന്യമായ പ്രലോഭനം. വലിയ മാന്യതയോടെ വരുന്ന ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അജപാലകരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഈ ലൗകികത ഒരു പ്രത്യേക രൂപമാർജിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് സഭാ പൗരോഹിത്യപരതയുടെ രൂപമാണ്. അച്ഛന്മാരെല്ലാം പഴയ കാലത്തും ഇപ്പോഴും ഉണ്ട് വലിയ അധികാര പ്രമത്തത കാണിക്കുന്നത്. അത് പാടില്ല എന്നാണ് മാർപ്പാപ്പ ശക്തമായി ഈ വൈദികരോട് പറഞ്ഞത്. നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടതാണ്. എല്ലാ വൈദികരും, ഞാൻ ഉൾപ്പെടെ അത് ചെയ്യേണ്ടതാണ്. ഇത് മാർപ്പാപ്പ ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും നിങ്ങളോട് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ അത് പറയുന്നത്. വൈദികർ എന്ന നിലയിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു, മാർപ്പാപ്പ എഴുതുകയാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഹൃദയസ്പർശിയായ രീതിയിൽ നിങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ റോമൻ സവിശേഷത നിമിത്തം അതിലൂടെ അധരങ്ങളുടെ ആത്മാർത്ഥത ഹൃദയത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ വരണം. ഹൃദയത്തിൻ്റെ വാസന, സ്വാദ് അതിനുണ്ട്. അതാണ് ഉണ്ടാകേണ്ടത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഒരു വയോധികൻ എന്ന നിലയിൽ, മാർപ്പാപ്പ വയസ്സനാണല്ലോ ഇപ്പോൾ, ഹൃദയത്തിൽ നിന്ന് അത് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതായി എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പൗരോഹിത്യപരതയിലേക്ക് നാം നിബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ അതേക്കുറിച്ച് മനസ്സിലാക്കാതെ നാം സുപ്പീരിയറാണ്, പ്രത്യേക പദവിയുള്ളവരാണ്, ഉയരത്തിൽ നിൽക്കുന്നവരാണ്, പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്, അങ്ങനെ ബാക്കി ദൈവജനത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് എന്നൊക്കെ ഉള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത് അപകടകരമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പിന്നീട് മാർപ്പാപ്പ തുടരുന്നത് പൗരോഹിത്യപരത ഒരു രോഗമാണെന്ന് മാർപ്പാപ്പ പറയുന്നു. പൗരോഹിത്യപരത ഒരു രോഗമാണ്. അത് ആരോഗ്യകരമായ ഒരു കാര്യമല്ല, നല്ല കാര്യമല്ല, ഗുണമല്ല, പുണ്യമല്ല. ബലത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ അധികാരം ജീവിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണത്. ഇരട്ടത്താപ്പിനെക്കുറിച്ചുള്ള ബോധമില്ലാതെ, എളിമയില്ലാതെ, നിസ്സംഗവും അകന്ത നിറഞ്ഞതുമായ മനോഭാവങ്ങളോടെ പ്രവർത്തിക്കാൻ അത് ഇടയാക്കുന്നു. അതൊരിക്കലും ഒരു പുരോഗതിനിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ 2 പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പാൽ, കമ്പിളി, 2 വാക്കുകളാണത്. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ്. പാല് നമുക്ക് പരിപോഷണം തരുന്ന കാര്യമാണ്. കമ്പിളി തണുപ്പത്തെ ചൂട് പിടിപ്പിക്കുന്നതാണ്, തണുപ്പിൽ നമ്മളെ അകറ്റുന്ന കാര്യമാണ്. അതിൻ്റെ രൂപകം എടുത്തുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും
വിശുദ്ധ ആഗസ്തീനോസിലും കാണപ്പെടുന്ന രണ്ട് പ്രയോഗങ്ങളാണിത്. പാലും കമ്പിളിയും. സുഖപ്രദമായ ഒരു ജീവിതം കൊണ്ട് നമ്മെ മൂടിക്കൊണ്ട് നമ്മെയും നമ്മുടെ താല്പര്യങ്ങളെയും തീറ്റുക എന്ന ഒരു വലിയ അപകടമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതാണ് പാൽ എന്നുള്ള പ്രതീകം സൂചിപ്പിക്കുന്നത്. സുഖപ്രദമായൊരു ജീവിതം നയിക്കുക, അതിനുള്ളതല്ല പൗരോഹിത്യ ജീവിതം എന്നതാണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. പാലിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നാം കമ്പിളിയെക്കുറിച്ച് ഭ്രാന്തമായി ചിന്തിക്കുമ്പോൾ മാർപ്പാപ്പ പറയുക, നമ്മുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും വിജയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മുഖം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ പൗരോഹിത്യ ചൈതന്യം നാം നഷ്ടപ്പെടുത്തി കളയുന്നു. അതാണ് ഈ കമ്പിളി എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ സ്ഥാനം, നമ്മുടെ വിജയം, എല്ലാം വിജയമായിരുന്നു എന്നുള്ള വിലയിരുത്തും. എല്ലാം വിജയമായിരുന്നില്ല, ആകേണ്ടതില്ല താനും. ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം അടങ്ങിയിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ലോകം എപ്പോഴും എന്തേരം വിജയിച്ചു, എന്തേരം നേട്ടം ഉണ്ടാക്കി എന്നതിൻ്റെ വെളിച്ചത്തിലാണ് ആളുകളെ വിലയിരുത്തുന്നത്. അവൻ്റെ ആത്മാർത്ഥതയെ നോക്കിയല്ല, ആത്മാർത്ഥതയെ നോക്കണം. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിശുദ്ധനാണ് അദ്ദേഹം. ഇന്നത്തെ ലോകം നോക്കുന്നത് വിജയം, നേട്ടം, ഉന്നതം, സ്ഥാനം, അതാണ് ലൗകികത എന്ന് പറയുന്നത്. അതിലേക്ക് പോകുന്നതിൻ്റെ അപകടമാണ്. തുടർന്ന് മാർപ്പാപ്പ പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ ദാനത്തിലുള്ള അതിശയം അതുവഴി നമ്മളെ അതിൻ്റെയും രൂപത്തിൽ നമുക്ക് ചിലപ്പോൾ ലൗകികത കടന്നു വരാം. ക്രൂശിതനായ യേശുവിലേക്ക് നോക്കിയാൽ മാത്രമേ, ഇവിടെ ശക്തമായി മാർപ്പാപ്പ പറയുകയാണ്, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കണം. സ്വയം ശൂന്യവൽക്കരിച്ച് നമുക്ക് വേണ്ടി മരണം വരെ എളിയവനായ അവനിൽ ദിവസവും നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയിൽ വളരാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് പൗരോഹിത്യ ചൈതന്യം മാർപ്പാപ്പ എടുത്തു കാട്ടുന്നത്. യജമാനന്മാരല്ലാതെ നമ്മെ ദൈവജനത്തിൻ്റെ ദാസന്മാരാക്കുന്നതാണത്. നമ്മുടെ സഹോദരീ സഹോദരന്മാരെ പാദങ്ങൾക്ക് കീഴിൽ അടിച്ചമർത്തുന്നതല്ല. ആരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞ വാക്കാണ്, മറിച്ച് അവരുടെ പാദങ്ങൾ കഴുകലാണ്. അതുകൊണ്ട് നമുക്ക് പൗരോഹിത്യപരതയ്ക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കാം. മാർപ്പാപ്പ അതാണ് അവർക്ക് ആഹ്വാനം ചെയ്യുന്നത്. പൗരോഹിത്യപരത ഏവരെയും ബാധിക്കാം, എല്ലാവരെയും ബാധിക്കാം. അൽമായരെയും മാർപ്പാപ്പ പറയും, ഈ രണ്ട് ഗുണങ്ങൾ അൽമായർക്കും ഉണ്ടാകാം, പുരോഹിതന്മാർക്ക് മാത്രമല്ല, സഭയിലെ എല്ലാ ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അജപാലക പ്രവർത്തകരെയും ഇത്, പള്ളിയുമായിട്ട് അടുത്ത് പെരുമാറുന്നവർക്കും ഇതുണ്ടാകാം. ശുശ്രൂഷാ ദൗത്യങ്ങളും വരപ്രസാദങ്ങളും പ്രാവർത്തികമാക്കുന്ന അവസരങ്ങളിൽ വരേണ്യതയുടെ രീതിയിൽ ഒരുവൻ്റെ വിളി ജീവിക്കുകയും സ്വന്തം സംഘത്തിനുള്ളിൽ സ്വയം അടയ്ക്കുകയും പുറം ലോകത്തിനെതിരെ മതിലുകൾ ഉയർത്തുകയും സമൂഹത്തിലെ പങ്കുകളോട് സ്വാർത്ഥപരമായ ബന്ധങ്ങൾ ഉണ്ടാകുകയും മറ്റുള്ളവരോട് പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മനോഭാവങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആണ് ഈ അപകടമുണ്ടാകുന്നത്. അടച്ച് ഇരുന്ന് ഞാനാണ് വലിയ പുള്ളി, ഒരു ഗെറ്റോ മനോഭാവം എന്നൊക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പെട്ട് ഇങ്ങനെ തന്നിലേക്ക് ചുരുണ്ട് ഇരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? എപ്പോഴും പരാതിയും കുറ്റം പറച്ചിലായിരിക്കും, മറ്റുള്ളവരെല്ലാം കുറ്റം പറയും, ഒരു നിഷേധാത്മക മനോഭാവമായിരിക്കും, ഒരു എല്ലാത്തിനോടും ഒരു അതൃപ്തി ആയിരിക്കും അങ്ങനെയുള്ളവർക്കുണ്ടാകുന്നത്, ദോഷൈക ദൃഷ്ടിയായിരിക്കും ഉള്ളത്. അപ്പോൾ അത് ഒരു ഭയങ്കര വിരോധാഭാസമാണ് ഇങ്ങനെ വരുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരെയും വിമർശിക്കുക, എല്ലാവരോടും കോപത്തോടു കൂടി പെരുമാറുക, ഞാൻ മാത്രമാണ് വലിയ പുള്ളി എന്നുള്ളൊരു ചിന്തയിലൂടെ പോവുക. അപ്പോൾ ഇതിന് നമുക്ക് ഉണ്ടാകേണ്ടത് സുവിശേഷാത്മകമായ ലാളിത്യം, സൗമ്യത, ദയ, മറ്റുള്ളവരോട് ആദരം എന്നിവയാൽ തങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ നമ്മൾ ഉണർത്താൻ പരിശ്രമിക്കേണ്ടവരാണ്. അതാണ് പൗരോഹിത്യത്തിൻ്റെ ദൗത്യം, നേതൃത്വത്തിൻ്റെ ദൗത്യം എന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്, ഊന്നി പറയുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പുരോഹിതൻ മനുഷ്യനാകുന്നത്. ആത്മീയതയുടെ പേരിൽ മനുഷ്യത്വം നഷ്ടപ്പെടുത്തി കളയരുത് എന്നും മാർപ്പാപ്പ ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ തൻ്റെ വൈദികർക്ക്, റോമിലെ വൈദികർക്ക് നൽകിയത്.
അദ്ദേഹത്തിൻ്റെ എല്ലാ വൈദികരും അദ്ദേഹത്തിൻ്റെ ഉള്ളവരാണല്ലോ. നമുക്കൊക്കെ എല്ലാ വൈദികർക്കും ചിന്തിക്കാനും വക തരുന്നതും ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ ആവശ്യപ്പെടുന്നതുമായ സന്ദേശമാണിത്. ഇത് ഗൗരവപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കർത്താവിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഉണ്ണീശോയുടെ ആ ലാളിത്യത്തിലേക്ക് നോക്കാൻ, അങ്ങനെയുള്ള ഒരു ചൈതന്യത്തിൽ വളരാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈശോയ്ക്ക് സ്തുതി.